അതിരപ്പള്ളി പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിൽ പുലിയുടെ ആക്രമണം. പശുക്കിടാവാണ് ആക്രമണത്തിന് ഇരയായത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയതോടെ പുലി ഓടിമറിഞ്ഞു. പ്ലാന്റേഷൻ മേഖലയിൽ പലയിടങ്ങളിലും പുലിയുടെ സാന്നിധ്യമുണ്ട്. നേരത്തെയും ഈ ഉടമസ്ഥന്റെ തന്നെ മറ്റൊരു പശുവിനെ പുലി പിടിച്ച സംഭവമുണ്ടായിരുന്നു. പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. ആക്രമണത്തിൽ പശുക്കിടാവിന്റെ മുഖത്ത് പോറലേറ്റതിനാൽ പ്രാഥമിക ചികിത്സ നൽകി. വനവകുപ്പ് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. അടിയന്തരമായി ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് പലപ്പോഴും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും യാതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ല. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുല്ലില്ലാത്ത കാരണം അഴിച്ചുവിടുക. ഇങ്ങ് പോലി പരിസരത്ത് തന്നെ ഉണ്ടാവാറ്. ഇങ്ങ് പോകാറൊന്നുമില്ല. 2 കിടാങ്ങളുണ്ട്. അപ്പോൾ ഈ കിടാവ് ഇന്നലെ തൊട്ടപ്പുറത്തേക്ക് മാറി നിന്ന്. അപ്പോൾ മുകളിൽ കാടൊക്കെ വെട്ടാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് കാരണം അഴിച്ചു വിട്ടതാണ്. കിടാവിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എന്തോ പന്തിയുടെ ഒന്ന് ചെന്നപ്പോഴാണ് പുലി പിടിച്ചത്. അപ്പോൾ അതിന് വിട്ടു പോയുള്ളൂ. മുകളിൽ കയറി. കിടാവിനെ ഇന്നലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് കാലത്ത് വന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പക്ഷേ നാളെ കൂടി ഇഞ്ചക്ഷൻ ചെയ്യണം. ഇതിപ്പോൾ ഇതിൻ്റെ മുന്നത്തെ കിടാവിനെ 1 മാസം മുന്നേ പുലി പിടിച്ച് കൊന്നുള്ളൂ. ഇത് രണ്ടാമത്തേനെ ഇന്നലെ പിടിച്ചത്. അപ്പോൾ ഇതിന് രക്ഷപ്പെട്ടെന്ന് പറയാറായിട്ടില്ല. ഡോക്ടർ നാളെ കൂടി ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ കൂടി പനിക്കുന്നുണ്ട് കിടാവിന്. നമുക്ക് ആകെയുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റളെ കറന്ന് പാല് കൊണ്ടൊക്കെ കടകളിൽ കൊടുക്കുക, വീടുകളിലും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമേ നമുക്കൊരു മാർഗ്ഗം. 90% ആൾക്കാരും ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതിനൊരു നടപടി ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്തെങ്കിലും നല്ല മാർഗ്ഗങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട് വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പിന്നെ എൻ്റെ മാത്രമല്ല, അല്ലാതെയും കണ്ടമാനം കിടാങ്ങളെയും പശുവിനൊക്കെ പിടിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു തക്കതായൊരു നടപടി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്.